എന്തൊരു കൺവിൻസിങ് ആകില്ല. ജിൻഡോ എന്റെ ലൈവില് വന്നത് ആ ട്രോഫിയും കൊണ്ട് ആദ്യം എന്റെ ലൈവില് വരണമെന്ന് അച്ചായൻ പറഞ്ഞിരുന്നു. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? 8 ലക്ഷം രൂപ അത് വേറെ കാര്യം. 5 പൈസ കൊടുത്തില്ലല്ലോ. അത് നീ അറിയേണ്ട കാര്യമില്ലല്ലോ. അത് നമ്മൾ ലൈവിൽ ഒരാളെ കൊണ്ടുവരുമ്പോ പൈസ വാങ്ങുന്നതും പൈസ കൊടുക്കുന്നതും നീ അറിയേണ്ട കാര്യമില്ല. നീ പറഞ്ഞ കാര്യം ഞാൻ പൈസ കൊടുത്തിട്ടല്ല, ഞാൻ പൈസ വാങ്ങിയിട്ട് ഓക്കെ ശരി ഞാൻ ഉരുളുന്നുണ്ട്. പറ. ബിഗ് ബോസ് കൊണ്ടുവരാം, അതിന് നീ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള കരാറാണ്. ഞാൻ ബിനുവിനെ വിളിച്ച് ഞാൻ ചൂടായി. എന്ത് കരാറ്? അതായത് ഞാൻ PR ചെയ്താൽ ജിൻഡോ എന്റെ ലൈവിൽ വരാമെന്നാണോ കരാറ്? ആ കരാറ് ആര് പറഞ്ഞു? ആ കരാറ് സാധാരണ ഞാനിപ്പോ ബിഗ് ബോസിൽ ജയിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ ഇന്റർവ്യൂ കൊടുത്ത വലിയ പൈസ മേടിച്ചാൽ കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് ഒരു ബിഗ് ബോസ് വിന്നർക്ക് ആ സമയത്ത് ഒരു എമൗണ്ട് കിട്ടും. ജിൻഡോ 5 പൈസ കൊടുത്തില്ല. പകരം അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ എടാ അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ എന്റെ ലൈവില് ഓരോരാളെ ഇപ്പൊ ഞാൻ നിന്നെ എന്റെ ലൈവിൽ വിളിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊരു പൈസ തരും, മനസ്സിലായോ? അത് എന്റെ പേഴ്സണൽ കാര്യം. അത്ര ഗതികെട്ട അവസ്ഥയിലേക്ക് ഞാൻ പോകുമ്പോ ഞാനത് വരാം. ഗതികെട്ട അവസ്ഥയിലാണോ ഉള്ളതെന്ന് നേരത്തെ തെളിയിച്ചു കഴിഞ്ഞു. നിന്റെ കള്ളത്തരത്തിലൂടെ നീ അത് തെളിയിച്ചു കഴിഞ്ഞു. ഓക്കെ. കള്ളത്തരം ആരെയാണ് പൊളിഞ്ഞു? എന്താ പൊളിഞ്ഞത്? പൈസ വാങ്ങിയത് നീ തെളിയിച്ചോ? ജിൻഡോയെ നിന്റെ ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് പൈസ കൊടുക്കാതെ PR ചെയ്തു കൊടുത്തു. PR ആര് ചെയ്തു കൊടുത്തു? അങ്ങനെ ഒരു ഡീൽ ആരുണ്ടാക്കി? നീ കണ്ടോ അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കുന്നത്? ഇതായിരുന്നു കോൺട്രാക്ട്, ഇതായിരുന്നു നടന്നത്. ആര് കോൺട്രാക്ട് ഉണ്ടാക്കി? അതിന്റെ തെളിവൊന്ന് കാണിക്കേ. തെളിവെന്ന് നീ സംസാരിക്കുന്ന തെളിവ് എന്ന് പറയുമ്പോ നിനക്ക് പൊട്ടും. കാരണം തെളിവുകൾ നിന്റെ കയ്യിലില്ല. ഇന്റർനാഷണൽ കരാറാണ്. ഒരാൾക്ക് വേണ്ടി ഒരാളെ ജയിപ്പിക്കാൻ വേണ്ടി നീ സംസാരിച്ചിട്ട് അയാളെ ജയിപ്പിക്കാൻ വേണ്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ചായനും അയാളും തമ്മിൽ എന്തെങ്കിലും ആയിട്ടുണ്ടോ? അതെനിക്കറിയില്ല. അത് അച്ചായനും അയാളും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിന്റെ പേരിലാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത്. അല്ലാണ്ട് ലളിതമായിട്ടൊരു കാര്യം ഞാൻ പറയാം. സമൂഹത്തിൽ ദോഷകരമാകുന്ന ഒരു കാര്യം വന്ന് ഈ അച്ചായനെന്നല്ല, നിന്റെ കൂടെയുള്ള ഏതെങ്കിലും ഒരു പിള്ളേർ നിന്നോട് പറഞ്ഞാൽ നീ അത് പബ്ലിക്കായിട്ട് സമൂഹത്തോട് പറയും. എങ്ങനെ? അതായത് നിന്റെ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞതിന്റെ പേരിൽ ഇപ്പൊ നീ ഇത് പറയുന്നു, അച്ചായൻ പറഞ്ഞിട്ടാണ് ഈ തൊപ്പിക്ക് വോട്ട് പിടിച്ചു, അല്ല ജിൻഡോയ്ക്ക് വോട്ട് പിടിച്ചെന്ന് പറഞ്ഞു. അതിനിപ്പോ എന്താ? നമ്മള് ഒന്നിച്ചുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മൾ നടത്തി കൊടുക്കാം. അതിനിപ്പോ എന്താ പ്രശ്നം? അത് ഇല്ലീഗലാണോ? ഞാൻ ചോദിക്കുന്നത് അത് ഇല്ലീഗലാണോ? അല്ലെങ്കിൽ അതിലെന്താ പ്രശ്നം? കിട്ടേണ്ട സ്ഥാനം സൗണ്ട് ശരിയാക്കി. ഒരു പക്ഷേ ഒരു 10,000 വോട്ടെങ്കിൽ 10,000 വോട്ട്, അല്ലെങ്കിൽ 5,000 വോട്ടെങ്കിൽ 5,000 വോട്ട്, എത്ര ആയിക്കോട്ടെ. നീ പറയുന്നതിലൂടെ കുറച്ച് പേർ ഒരു മത്സരാർത്ഥിക്ക് വോട്ട് കൊടുക്കുന്നു. അത് അർഹതയില്ലാത്തതാണോ ഇല്ലയോ എന്ന് അന്വേഷിക്കാതെ ഒരാൾ വന്ന് പറഞ്ഞാൽ അതേപടി ചെയ്യുന്ന ഒരാളാണ് തൊപ്പിയെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. നാളെയും നീ പറയുന്ന കാര്യങ്ങൾക്ക് ആ വിലയെ ഞാൻ കൊടുക്കും. നമ്മളൊരു വിഷയം ഇപ്പൊ ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോ ഇപ്പൊ നിനക്കൊരു വിഷമം ഉണ്ടായെങ്കിൽ ഞാൻ വിനുവിനെ വിളിച്ച് ചൂടായി.